ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഹെയർ 3 പേരുടേതാണ്. 3 പേർക്കും പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിനാണ് ചെയ്തിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ഹെയർ കേൾസുള്ള ഹെയറാണ്. ഒരുപാട് ലെങ്ത് ഇല്ല, തിക്നെസ്സും കുറവാണ്. ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ഹെയർ ലെങ്ത്തും ഉണ്ട്, കേൾസും ഉള്ള ഹെയറാണ്, തിക്നെസ് കുറവാണ്. അതും ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ ഹെയർ കളറൊക്കെ ചെയ്ത് നല്ല ഡാമേജ് ആയിട്ടുള്ള ഹെയറാണ്. അപ്പോൾ ആ ഹെയറിനും നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ഇപ്പം ഹെയർ കളർ ഹൈലൈറ്റ് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് പ്രോട്ടീൻ ചെയ്യിക്കുക, അതല്ലെങ്കിൽ ഹൈലൈറ്റോ ഹെയർ കളറോ ഒക്കെ ചെയ്താൽ ഹെയർ ഇടയ്ക്ക് കെരാറ്റിൻ ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കെരാറ്റിൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ ഹെയറിന് ഒരുപാട് ഡ്രൈനെസ് ഉണ്ടാകത്തില്ല. അപ്പോൾ കെരാറ്റിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹെയർ കളറോ ഹൈലൈറ്റോ ഒക്കെ ചെയ്യുന്നെങ്കിലും ആ ഹെയറിന് ഡ്രൈനെസ് ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴാണെങ്കിലും നമ്മൾ ഹൈലൈറ്റൊക്കെ ചെയ്തതിന് ശേഷം ഹെയർ കളർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഫിക്സ് ആവും ആ ഹെയർ കളർ. അതുപോലെ പെട്ടെന്ന് ഹൈലൈറ്റിൻ്റെ ആണെങ്കിലും അല്ലാതെ ഹെയർ കളർ ചെയ്യുന്നതൊക്കെ ആണെങ്കിലും പോകത്തതുമില്ല. അപ്പോൾ നമുക്ക് 3 പേരുടെ ഹെയർ ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഹെയർ. കേൾസുള്ള ഹെയറാണ്, ഒരുപാട് തിക്നെസ് ഇല്ല, ലെങ്തും കുറവാണ്. അപ്പം ഈ ഫേസിന് ചേരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് ഉടക്ക് പിടിക്കുന്ന ടൈപ്പ് ഹെയറായത്. ഇത് മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്ത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നന്നായിട്ട് ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്ന ഹെയറായത്. അപ്പം അഴിച്ചിട്ടാലും കെട്ടി വെച്ചാലും ഒരു ഭംഗിയില്ല, അങ്ങനെയുള്ള ഒരു ടൈപ്പാണ് ഹെയർ. ഇതിപ്പം നമ്മൾ ഫസ്റ്റ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കെരാറ്റിനും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളൊരു ഹെയറായിട്ട് കിട്ടി. അഴിച്ചിട്ടുകൊണ്ട് അടക്കുകയും ചെയ്യാൻ, കെട്ടിയും വെക്കാം. ഫേസിലൊക്കെ നല്ല ചേഞ്ചായിരുന്നു. ആ ഡ്രൈനെസ് ഒക്കെ മാറി ഹെയറിൻ്റെ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ അലോവേര ജെല്ല്, എഗ് വൈറ്റ്, വൈറ്റമിൻ ഇ ഇത്രയും നമ്മൾ പാക്കായിട്ട് ആഴ്ചയൊരു ദിവസം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ആഴ്ച ഒരു ദിവസം നമുക്ക് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്യണം. 2 പ്രാവശ്യമെങ്കിലും ഷാമ്പു വാഷ് ചെയ്യണം. അതുപോലെ ഹെയറിലോട്ട് ഓയിലിൻ്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഹെയറിലോട്ട് ഓയിൽ അപ്ലൈ ചെയ്യരുത്. അത് കെരാറ്റിൻ ചെയ്യുന്നവരായിരുന്നെങ്കിൽ സ്മൂത്തനിങ്, സ്ട്രൈറ്റനിങ്, റീബോണ്ടിങ് എന്ത് ചെയ്യുന്നവരാണെങ്കിലും നമ്മുടെ ഹെയറിലോട്ട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഹെയറിലോട്ട് ഒരുപാട് ഓയിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഹെയർ പെട്ടെന്ന് അതിൻ്റെ ആ സ്ട്രക്ചർ അങ്ങ് മാറും. ഇത് രണ്ടാമത്തെ ഹെയറും കേൾസുള്ള ഹെയറാണ്, ലെങ്തും ഉണ്ട് ഹെയറിന്. ഒരുപാട് ലെങ്ത് ഇല്ല, എന്നാലും ലെങ്ത് ഉണ്ട്. അപ്പോൾ അത് ഒരുപാട് തിക്നെസ് ഇല്ലാത്ത ഹെയറാണ്. ഇത് നമ്മൾ ഫേസിന് ചേരുന്ന രീതിയിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഒരുപാട് കുറച്ചില്ല, ഒരുപാട് ലെങ്ത് കുറയ്ക്കാതാണ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ക്രീമൊക്കെ ഇട്ട് കെരാറ്റിനും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കെരാറ്റിനും ഒക്കെ ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. ഇത് നമ്മുടെ ഹെയർ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ മാസത്തിലൊരു പ്രോട്ടീൻ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഹെയർ സ്പായും പിന്നെ ലിക്വിഡ് പ്രോട്ടീൻ ചെയ്യുന്നത് നല്ലതാണ്. ലിക്വിഡ് പ്രോട്ടീൻ ആകുമ്പം എല്ലാം കിട്ടും അതിനകത്ത്. പിന്നെ ഹെയറിൻ്റെ നല്ല ഡ്രൈനെസ് ഉള്ള ഡ്രൈനെസ് മാറും. അതുപോലെ ഡാൻഡ്രഫിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. അപ്പം ഇത് മൂന്നാമത്തെ ഹെയർ കളറൊക്കെ ചെയ്തതുകൊണ്ട് അതിൻ്റെ എൻ്റെ ഭാഗം ഭയങ്കര ഡ്രൈനെസ് ആയിരുന്നു ഹെയറിന്. അപ്പോൾ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു, കൂടുതൽ ലെങ്ത് കുറച്ചില്ല. അപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഭംഗിയുള്ള ഹെയറായിട്ട് കിട്ടി. അപ്പോൾ ഇത് കെട്ടി വെച്ച് കഴിയുമ്പോൾ ഈ കേൾസ് ഇങ്ങനെ തന്നെ കിടക്കും. അതുപോലെ രാത്രി കിടക്കാൻ നേരം നമ്മൾ കെട്ടി വെച്ചിട്ട് കിടക്കുക. അതുപോലെ ബൈക്കിൽ പോകുന്ന സമയത്ത് കഴിവതും ഹെയർ അഴിച്ചിടരുത്, കെട്ടി വെച്ചിട്ട് തന്നെ പോകണം. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് പൊടിയും ഒക്കെയായി പെട്ടെന്ന് നമ്മുടെ ഹെയർ വീണ്ടും ഡ്രൈ ആകാൻ തുടങ്ങും. അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് നമ്മുടെ ഹെയർ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും കുറച്ചുകൂടെ നമ്മൾ കെയർ ചെയ്യണം ഹെയറിന്. അതുപോലെ സ്കാൽപ്പിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്യാം. എന്നിട്ട് 20 മിനിറ്റ് കഴിയുമ്പോൾ ഷാമ്പു വാഷ് ചെയ്യുകയും വേണം. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലുള്ളത് ഞായറും തിങ്കളുമാണ്. പെർമനൻറ്റ് ബ്ലോ ഡ്രൈ വിത്ത് കെരാറ്റിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. ചൊവ്വ മുതൽ ശനി വരെ. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനും അടൂരിനും ഇടയ്ക്കാണ് ചാരുമൂട്. ഞാൻ ചാരുമൂടിലാണ് ചൊവ്വ മുതൽ ശനി വരെ. ഞായറും തിങ്കളും ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിലും. അപ്പോൾ എല്ലാവരും വിളിക്കുക, ബുക്ക് ചെയ്യുക. ബുക്കിംഗ് അനുസരിച്ചാണ് ഞാൻ ഗുരുവായൂർ ഷീബാലക്ഷ്മി ബ്യൂട്ടി ക്ലിനിക്കിൽ എത്തുന്നത്. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.